നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങും. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ NIA അന്വേഷണം STPIയിലേക്ക്. കൊച്ചി NIA ആസ്ഥാനത്ത് മാരത്തൺ ചോദ്യം ചെയ്യൽ. STPI സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കലിനെ ഹൈദരാബാദിൽ നിന്നുള്ള NIA സംഘം ചോദ്യം ചെയ്തു. ഒരേ സമയം 11 മുറികളിലായി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുക. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 100 പേരുടെ പട്ടിക തയ്യാറാക്കിയാണ് ഹൈദരാബാദിൽ നിന്നുള്ള NIA സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. തൃശൂരിൽ പിടിയിലായ SDPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ഉസ്മാനുമായി ബന്ധപ്പെട്ട കേസിലാണ് SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കലിനെ NIA ചോദ്യം ചെയ്തത്. SDPIയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഉസ്മാനാണെന്നാണ് വിവരം. പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും SDPIയിലെത്തിയവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീരുമാനം. നേരത്തെ SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിലിനെ കൊച്ചി യൂണിറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കോട്ടയം ജില്ലയിൽ നിന്നുള്ള SDPI നേതാക്കൾക്ക് NIA നോട്ടീസ് അയച്ചതായാണ് വിവരം. ഭീകര സംഘടനയുടെ നേതാക്കളുമായി ബന്ധം പുലർത്തിയിരുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതിരുന്നവരെ വിശദമായ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ NIA ആസ്ഥാനത്ത് വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. പന്തീരാങ്കാവ് UAPA കേസിലെ വിചാരണ നടപടികൾ ഫെബ്രുവരി 8 തുടങ്ങും. കൊച്ചി പ്രത്യേക NIA കോടതിയിലാണ് വിചാരണ. കേസിലെ 4 പ്രതികളുടെയും വിചാരണ ഒരുമിച്ചാണ് നടത്തുന്നത്. 2019 മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് കോഴിക്കോട് പന്തീരാങ്കാവിൽ അലൻ ഷുഹൈബ്, തഹ ഫസൽ എന്നിവർ പിടിയിലായത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിക്കുന്നുവെന്ന ആരോപണവുമായി സഹോദരൻ അലക്സ് ചാണ്ടി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതിയും നൽകി. ഉമ്മൻചാണ്ടിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിൽ സർക്കാർ ഇടപെട്ടേക്കും. അതേസമയം പനിയെ തുടർന്ന് ഉമ്മൻചാണ്ടിയെ നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് 2015 രോഗം കണ്ടുപിടിച്ചിട്ടും ചികിത്സ നിഷേധിച്ചത് ഭാര്യ മറിയാമ്മയും മകൻ ചാണ്ടി ഉമ്മനുമെന്നാണ് ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ അലക്സ് ചാണ്ടിയുടെ പ്രതികരണം. ന്യൂയോർക്കിൽ ചികിത്സയ്ക്കായി പോയപ്പോൾ അവിടെ വെച്ച് ചികിത്സ നിഷേധിച്ചത് മകനും ഭാര്യയുമാണെന്നും സഹോദരൻ ആരോപിച്ചു. രോഗം കണ്ടുപിടിച്ചിട്ട് 3 വർഷത്തോളം ഈ വിവരം കുടുംബാംഗങ്ങളിൽ നിന്ന് മറച്ചുവെച്ചെന്നും സഹോദരൻ പറയുന്നു. ഭാര്യയും മൂത്ത മകളും ഇളയ മകനുമാണ്. 3 പേരാണ് ഇത് കൂടുതലായിട്ടിരിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് നിലപാട്, ശക്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് നിലപാടില്ല. അച്ഛൻ അതിനെ രാഷ്ട്രീയ രംഗത്താണേലും പല ആൾക്കാരെയും കണ്ട് പറഞ്ഞു, ഇന്ന പോലെയാണ് സംഗതി, ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണ്, എൻ്റെ അപ്പയ്ക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് അവൾ വളരെ ശക്തമായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോഴും. പക്ഷേ എപ്പോഴും വീട്ടിൽ വന്ന് നിൽക്കുന്ന അന്തരീക്ഷമില്ലെന്ന് പറഞ്ഞ് വരുന്നില്ല. ഭാര്യ മറിയാമ്മയും മൂത്ത മകൾ മറിയം ഉമ്മനും ഇളയ മകൻ ചാണ്ടി ഉമ്മനുമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചികിത്സയ്ക്ക് എതിരായി നിൽക്കുന്നതെന്നും ആധുനിക ചികിത്സയ്ക്ക് പകരം ആയുർവേദ ചികിത്സയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നൽകുന്നതെന്നും ജർമ്മനിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് പോയിട്ടും ശരിയായ രീതിയിൽ ചികിത്സ നടത്താൻ ഇവർ സമ്മതിച്ചില്ലെന്നും സഹോദരൻ ആരോപിക്കുന്നു. ചികിത്സ നിഷേധിക്കുന്നതിൽ പ്രാർത്ഥനാ സംഘങ്ങളുടെ ഇടപെടലുണ്ടെന്ന് സംശയിക്കുന്നതായും സഹോദരൻ പറയുന്നു. അതേസമയം ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിക്കുന്നതായി ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും DGPക്കും ആരോഗ്യമന്ത്രിക്കും സഹോദരൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ പരാതി നൽകി. അതിനിടെ ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ മെഡിക്കൽ ബോർഡിന് രൂപം നൽകുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. തുർക്കിയിലും സിറിയയിലും കനത്ത നാശം വിതച്ച ഭൂകമ്പത്തിൽ മരണം 2300 കടന്നു. തുർക്കിയിൽ 1500-ഉം 800-ഉം പേർ മരിച്ചെന്നാണ് ഒടുവിലത്തെ വിവരം. ഇന്ന് പുലർച്ചെയുണ്ടായ ഭൂകമ്പത്തിന് 12 മണിക്കൂർ തികയും മുൻപേ വീണ്ടും 7.7 റിക്ടർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും ഉണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി സരുണ ജോസ് ചേരുന്നു. എത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു ഭൂചലനത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്? ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമാകുന്നത്? സരുൺ. അപർണ, 1939 ശേഷം തുർക്കി നേരിടുന്ന ഏറ്റവും വലിയ ഭൂകമ്പമാണ് ഇപ്പോഴെന്നാണ് പ്രസിഡന്റ് റെസിപ്പ് തയ്യിപ്പ് എർദോഗാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തുർക്കിയിലും സിറിയയിലും മരണസംഖ്യ 2300 കടന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. തുർക്കിയിൽ മാത്രം 1500 പേരാണ് മരിച്ചിട്ടുള്ളത്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് തുർക്കി സർക്കാർ ഔദ്യോഗികമായി തന്നെ പറയുന്നത്. തുർക്കിയിൽ
ഈ പരുക്കേറ്റവരുടെ എണ്ണം 10,000-ഏറെയാണ്. 2,800 കെട്ടിടങ്ങളും നിലം പതിച്ചിട്ടുണ്ട്. ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് തുർക്കി സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് പുലർച്ചെ തുർക്കിയുടെ പ്രാദേശിക സമയം 4:15 ഈ ഭൂകമ്പം ഉണ്ടായത്. ഈ സമയം ഭൂരിഭാഗം പേരും കിടക്കുകയായിരുന്നതിനാൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. 10 നഗരങ്ങളെയാണ് തുർക്കിയിൽ ഈ ഭൂകമ്പം കാര്യമായ നാശനഷ്ടം വിതച്ചത്. തുർക്കിയിൽ ഈ ഭൂകമ്പം ഉണ്ടായ പ്രദേശത്തെ ആശുപത്രികളൊക്കെ തന്നെയും പ്രവർത്തനരഹിതമായതിനാൽ അടിയന്തര ചികിത്സാ സഹായം ആവശ്യമുള്ളവരെയൊക്കെ ഇവിടെ നിന്ന് വ്യോമമാർഗം മറ്റിടങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തുർക്കിയിൽ ഈ UN-ന്റെ അടിയന്തര സഹായ സംഘം അടക്കം എത്തിയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. പക്ഷേ സിറിയയിലെ സ്ഥിതിയാണ് കൂടുതൽ ദയനീയം. കാരണം സിറിയയിൽ കഴിഞ്ഞ 12 വർഷമായി അവിടെ ആഭ്യന്തര യുദ്ധവും മറ്റും തുടരുകയാണ്. ഈ പ്രദേശങ്ങളിൽ പലതും വിമതരുടെ കൈവശമാണ് ഉള്ളത്. സർക്കാർ നിയന്ത്രിത പ്രദേശങ്ങളിൽ നിന്ന് മാത്രം വരുന്ന കണക്കനുസരിച്ച് 810 പേർ അവിടെ മരിച്ചെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. വിമത പ്രദേശങ്ങളിലെ മരണസംഖ്യയുടെ യഥാർത്ഥ കണക്ക് കൂടി പുറത്തു വന്നാൽ ഇതിലും ഭീകരമായിരിക്കും അവസ്ഥ എന്ന് പറയേണ്ടി വരും. ഈ സിറിയയിലേക്കും UN-ന്റെ അടിയന്തര സംഘം പുറപ്പെട്ടിട്ടുണ്ട്. അവിടെയും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. അപർണ. സരുണേ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഇന്റർനാഷണൽ ഡെസ്ക്. WCCയുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ ക്ഷമ ചോദിച്ച നടൻ ഇന്ദ്രൻസ്. WCCയെ തള്ളിപ്പറയാനല്ല ശ്രമിച്ചത്. ചിലരെങ്കിലും അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന തരത്തിൽ പ്രചരിപ്പിച്ചു. തന്റെ ഒരു സഹപ്രവർത്തകൻ തെറ്റ് ചെയ്തു എന്നത് വിശ്വസിക്കാൻ പാടാണ് എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. പെൺകുട്ടിയെ മകളെപ്പോലെ തന്നെയാണ് കാണുന്നത്. അവരുടെ വേദനയിൽ ഒപ്പം തന്നെയുണ്ടെന്നുമാണ് ഇന്ദ്രൻസിന്റെ വിശദീകരണം. WCC ഇല്ലായിരുന്നുവെങ്കിൽ കൂടുതൽ ആളുകൾ നടിക്ക് പിന്തുണ നൽകുമായിരുന്നുവെന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലെ പരാമർശമാണ് വിവാദമാണ്. കൊച്ചി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ കുട്ടിയെ CWCക്ക് കൈമാറി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കുട്ടിയെ മാറ്റി. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ നഗരസഭാ ജീവനക്കാരി രഹ്നയെയും പ്രതി ചേർത്തു. കുറ്റക്കാരെ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും മന്ത്രി P. രാജീവിന്റെ ഓഫീസിലേക്കും BJPയും യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തി. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കുഞ്ഞിനെ ഏറ്റെടുത്ത അനൂപിന്റെ സഹോദരനാണ് ശിശുക്ഷേമ സമിതി ഓഫീസിലേക്ക് കുഞ്ഞുമായി എത്തിയത്. കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി 6 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ CWC പിന്നീട് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. മാതാപിതാക്കളെ കണ്ടെത്തിയതിനു ശേഷം കുഞ്ഞിനെ ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് അവർ അറിയിക്കുകയാണെങ്കിൽ ദത്ത് നടപടിയിലേക്ക് CWC കടക്കും. കുട്ടിയെ CWC ഏറ്റെടുത്തു. തൽക്കാലത്തെ കുട്ടിയെ ശിശു സംരക്ഷണ സ്ഥാപനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തുടർന്ന് DCPയുമായിട്ട് ചർച്ച ചെയ്ത് തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കും. കേസിലെ മുഖ്യപ്രതിയായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ചുമതലയുണ്ടായിരുന്ന അനിൽകുമാറിനായുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ്. ഇതിനിടെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് സംഭവത്തിൽ എറണാകുളം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അനിൽകുമാറിന് പുറമെ നഗരസഭാ ജീവനക്കാരി രഹ്നയെയും കേസിൽ പ്രതി ചേർത്തു. വ്യാജരേഖ ചമച്ചതിനും വഞ്ചനാ കുറ്റത്തിനുമാണ് കേസെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന 2ാമത്തെ കേസ് കൂടിയാണിത്. നേരത്തെ രഹ്നയുടെ പരാതിയിൽ അനിൽകുമാറിനെ പ്രതിയാക്കി കേസ് എടുത്തിരുന്നു. കേസിൽ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ K. സേതുരാമൻ അറിയിച്ചു. അതേസമയം കുറ്റക്കാരെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് BJP കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും ആശുപത്രി സൂപ്രണ്ട് ഗണേഷ് മോഹനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് മന്ത്രി P. രാജീവിന്റെ ഓഫീസിലേക്കും മാർച്ച് നടത്തി. ന്യൂസ് 18 കൊച്ചി. കളമശ്ശേരി മെഡിക്കൽ കോളേജ് വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ ഗായകനും കുടുംബത്തിനും കുഞ്ഞിനെ ലഭിച്ചത് ഇടനിലക്കാർ വഴി. ജനിച്ച് 3-ാം നാളാണ് കൈമാറ്റം നടന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തെ തുടർന്ന് സസ്പെൻഷനിലായ മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ അനിൽകുമാർ അടക്കമുള്ളവർ കുട്ടിയെ കൈമാറ്റം ചെയ്തതിൽ ഇടനിലക്കാരായി എന്നാണ് വിവരം. ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നുവെന്ന് ഹൈക്കോടതി. ആരോപണം ഗൌരവമുള്ളതാണെന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണം നേരിട്ടുകൂടെയെന്നും ചോദിച്ചു. ഈ ഘട്ടത്തിൽ FIR റദ്ദാക്കണമെന്ന ആവശ്യം അപക്വമാണെന്നും കോടതി വ്യക്തമാക്കി.
ഇന്ധന വില വർദ്ധിപ്പിക്കുന്ന ബജറ്റ് നിർദ്ദേശത്തിൽ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമാകുന്നു. നിയമസഭയ്ക്കുള്ളിൽ 4 പ്രതിപക്ഷ എംഎൽഎമാർ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു. ജനങ്ങൾക്ക് മേൽ ഇടിത്തി പോലെ പെയ്തിറങ്ങിയ ദുരന്തമാണ് ബജറ്റ് പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാൻ നികുതി അനിവാര്യമെന്ന് പറഞ്ഞ ധനമന്ത്രി UDF നിലപാട് BJPയെ പിന്തുണയ്ക്കുന്നതാണെന്നും ആരോപിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ചിലും സർക്കാരിനെതിരെ പ്രതിഷേധം. സർക്കാർ സംസ്ഥാനത്ത് പുതുക്കിയ വെള്ളക്കരം നിലവിൽ വന്നു. ലിറ്ററിന് 1 പൈസ കൂട്ടി. പുതുക്കിയ വെള്ളക്കരം അനുസരിച്ച് ഒരു കുടുംബത്തിന് ഇനി 200 രൂപ മുതൽ 400 രൂപ വരെ അധികം നൽകേണ്ടി വരും. അധികം ബുദ്ധിമുട്ടില്ലാത്ത വർധനവിന് ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കേണ്ടതുണ്ടോ എന്നായിരുന്നു നിയമസഭയിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ മറുപടി. നിരക്ക് വർധനവിലൂടെ വർഷം 401 കോടി അധിക വരുമാനമാണ് ജല അതോറിറ്റി ലക്ഷ്യമിടുന്നത്. എറണാകുളം മരടിൽ 2 കണ്ടെയ്നർ പഴകിയ മത്സ്യം പിടികൂടി. ദുർഗന്ധം വമിക്കുന്ന നിലയിൽ വാഹനങ്ങൾ കണ്ട പ്രദേശവാസികളാണ് നഗരസഭാ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചീഞ്ഞളിഞ്ഞ നിലയിൽ മത്സ്യം കണ്ടെത്തിയത്. കോട്ടയത്തും പഴകിയ മത്സ്യം പിടികൂടി. ഭക്ഷ്യസുരക്ഷാ നിയമം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ വീഴ്ച വരുത്തുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. അടിയന്തര പ്രമേയമായാണ് പ്രതിപക്ഷം വിഷയം സഭയിൽ കൊണ്ടുവന്നത്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഇടത് സർക്കാരിന്റെ കാലത്താണ് കൂടുതൽ പരിശോധനകൾ നടന്നതെന്ന് മന്ത്രി വീണ ജോർജ് സഭയെ അറിയിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ആരോഗ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതുപോലെ UDFന്റെ കാലത്ത് പരമാവധി ആ കാലയളവിലെ ഒരു വർഷം അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ പരിശോധനകൾ നടത്തിയതിന്റെ പരമാവധി എണ്ണം 6358 356 പരിശോധന നടത്തിയ വർഷവുമുണ്ട്. അപ്പോൾ ഈ വർഷം ഇതുവരെ നമ്മൾ 64,086 പരിശോധനകൾ നടത്തുമ്പോൾ സർ അതിനനുസരിച്ചിട്ടുള്ള പെനാൽറ്റികളും അതുപോലെ കടകൾ അടപ്പിക്കുന്ന മറ്റു നടപടികളും അതുപോലെ ഉള്ള നടപടികൾ നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികൾ കൃത്യമായി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ഭക്ഷ്യ വിഷബാധയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഓരോ ദിവസവും പ്രത്യേകമായി ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. അദാനി വിഷയത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിലെ പ്രതിഷേധത്തോടെ 3ാം ദിനവും പാർലമെന്റിൽ പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചു. പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതോടെ പ്രക്ഷുബ്ധമായ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അദാനിക്കെതിരെ അന്വേഷണം വേണമെന്നും വിവാദത്തിൽ വിശദമായ ചർച്ച നടത്തണമെന്നും ലോക്സഭയിലും രാജ്യസഭയിലും ആവശ്യമുയർന്നു. പ്രതിപക്ഷം നിയമത്തെ വെല്ലുവിളിക്കുകയാണെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ കുറ്റപ്പെടുത്തി. ലഹരിക്കടത്ത് കേസിൽ CPM കൌൺസിലർ ഷാനവാസിന് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ക്ലീൻ ചിറ്റ് നൽകിയെന്ന വാർത്ത തള്ളി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി. ഇതോടെ ഷാനവാസിന് അനുകൂലമായ റിപ്പോർട്ട് നൽകിയെന്ന് മാധ്യമങ്ങൾ അറിയിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് ഉന്നതൻ വെട്ടിലായി. ഷാനവാസിനെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി കൂടുതൽ പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും ഗൌരവകരമായ അന്വേഷണം ആവശ്യമാണെന്നും SP ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കി. ആലപ്പുഴയിൽ DCCയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ഷാനവാസിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് സംഘർഷഭരിതമായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില അന്വേഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിച്ചു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, വിവരങ്ങൾ എന്താണ്? അപർണ, അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളുമായി ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമാകുന്നത്. അദ്ദേഹം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ നേരിട്ട് നിംസ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അയക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നാളെയാകും ആരോഗ്യമന്ത്രി നേരെ നിംസ് ആശുപത്രിയിലെത്തി ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കുക. അതിനുശേഷമായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള നടപടിയായിരിക്കണം തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ മെഡിക്കൽ ബോർഡിനെ രൂപീകരിക്കുന്ന കാര്യമടക്കം പരിഗണിച്ചുകൊണ്ട് വിശദമായ തീരുമാനത്തിലേക്ക് കടക്കുക എന്ന വിവരമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്നത്. അപർണ, തിരുവനന്തപുരത്ത് 16-കാരനെ പീഡിപ്പിച്ച ട്രാൻസ്ജെൻഡറിന് 7 വർഷം കഠിന തടവ്. ചിറയൻകീഴ് സ്വദേശി സഞ്ജു സാംസണ് 7 വർഷം കഠിന തടവും 25,000 രൂപ പിഴയുമാണ് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി വിധിച്ചത്. കേരളത്തിൽ ആദ്യമായാണ് ഒരു ട്രാൻസ്ജെൻഡറെ ശിക്ഷിക്കുന്നത്. 2016-ൽ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഇരയെ പ്രതി പബ്ലിക് കംഫർട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയനാക്കി എന്നാണ് കേസ്.
ചെറിയ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ ബംഗളൂരുവിലെ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി. തുംകൂറിലെ യൂണിറ്റാണ് രാജ്യത്തിന് അർപ്പിച്ചത്. പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്ക് മുതൽക്കൂട്ടാണ് തുംകൂറിലെ യൂണിറ്റെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിലയിരുത്തി. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മേഴ്സിക്കുട്ടൻ. രാജിക്കത്ത് കായിക മന്ത്രിക്ക് കൈമാറി. സർക്കാർ രാജി സ്വീകരിച്ചു. യു ഷറഫ് അലിയാണ് പുതിയ പ്രസിഡന്റ്. വിവരങ്ങളുമായി വി അരുൺ. ജി.വി. രാജ അവാർഡ് ജേതാവ് അത്ലറ്റ് സുരേഷ് രാജ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. യൂണിവേഴ്സിറ്റി തലത്തിലും ജില്ലാ തലത്തിലും അമച്വർ അത്ലറ്റിക് മീറ്റുകളിലും റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. കേരള പോലീസിൽ അസിസ്റ്റന്റ് കമാൻഡന്റായാണ് വിരമിച്ചത്. ഗ്രാമി വേദിയിൽ ചരിത്രമെഴുതി ഗായിക ബിയോൺസെ. 4 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി നേടുന്ന താരമായി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ബിയോൺസെ. മികച്ച ഡാൻസ്, ഇലക്ട്രോണിക് മ്യൂസിക് ആൽബം വിഭാഗത്തിലാണ് പുരസ്കാരം. റിനൈസൻസ് എന്ന ആൽബത്തിനാണ് പുരസ്കാരം. In your hand and celebrate that. And the Queen is officially in the building. Ladies and gentlemen, Beyonce Knowles. Thank you so much. I was shocked to find out that traffic could stop you. I thought you traveled through space and time. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രശസ്തരായ 2 മലയാളികൾ ടെന്നീസ് കോർട്ടിൽ ഒന്നിച്ചാൽ എന്താകും സ്ഥിതി? കോൺഗ്രസ് എം പി ശശി തരൂരും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണുമാണ് ടെന്നീസ് കോർട്ടിൽ ഒന്നിച്ചത്. ഇരുവരും ടെന്നീസ് കളിച്ചപ്പോൾ അത് കാണികൾക്കും ആവേശം. ഒരാൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധേയനായ മലയാളി, രണ്ടാമത്തെയാൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ മലയാളികളുടെ അഭിമാനം. തിരുവനന്തപുരം ടെന്നീസ് ക്ലബ്ബിൽ നടക്കുന്ന ശരത് കുമാർ നമ്പ്യാർ മെമ്മോറിയൽ വേൾഡ് ടെന്നീസ് മാസ്റ്റേഴ്സ് ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ശശി തരൂരും സഞ്ജു സാംസണും എത്തിയത്. ഇരുവരും റാക്കറ്റുമായി ടെന്നീസ് കോർട്ടിലേക്ക് ഇറങ്ങിയതോടെ കാണികൾക്കും ആവേശമായി. ടെന്നീസ് കളിക്കാരനായി തന്നെ എത്താൻ ശ്രമിക്കാമെന്ന് സഞ്ജു. I think I have come here few times only to pick some tennis balls to practice my six hitting. But next time if you invite me for a tennis game, I would love to come and play a game here. കളിക്കാർക്കും സഞ്ജുവിനും ആശംസ നേർന്ന് തരൂർ. So that will be marvelous to see you all enjoy the tournament. I wish you the very best, and my very best wishes to the success of this tournament. I officially declare it inaugurate. ശരത് കുമാർ നമ്പ്യാർ മെമ്മോറിയൽ ടെന്നീസ് മാസ്റ്റേഴ്സ് ടൂർണമെന്റ് 2ാം വർഷമാണ് നടത്തുന്നത്. ഇന്ത്യയിലെ 100-ലധികം ടെന്നീസ് താരങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി. കൗതുകമായി കോഴിക്കോട് ബീച്ചിൽ ഒത്തുകൂടിയ അഷ്റഫ് നാമധാരികളുടെ സംഗമം. 2500ഓളം അഷ്റഫുമാരാണ് ബീച്ചിൽ ഒത്തുകൂടിയത്. 3 വയസ്സുകാരൻ അഷ്റഫ് മുതൽ 80 വയസ്സുകാരൻ അഷ്റഫ് വരെയുള്ളവരുടെ സംഗമം ഗിന്നസ് ബുക്ക് റെക്കോർഡിലേക്ക് എത്തി. കോഴിക്കോട് കടപ്പുറത്ത് 3000 അഷ്റഫുമാർ ഒത്തുകൂടാനായിരുന്നു തീരുമാനം. എന്നാലും 2500ഓളം അഷ്റഫുമാർ പങ്കാളികളായി. 3 വയസ്സു മുതൽ 80 വയസ്സുവരെയുള്ള അഷ്റഫ് എന്നു പേരുള്ളവരാണ് സംഗമിച്ചത്. അഷ്റഫ് കൂട്ടായ്മയ്ക്ക് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 2018 ജൂൺ മാസത്തിൽ തിരൂരങ്ങാടി താഴെച്ചിനയിൽ കുറ്റിയിൽ കോംപ്ലക്സിൽ ആദ്യ അഷ്റഫ് യോഗം തുടങ്ങി. മനരിക്കൽ അഷ്റഫിന്റെ വീട് വരാന്തയിൽ സൊറ പറഞ്ഞിരിക്കാൻ വന്ന 4 അഷ്റഫുമാർ ചായക്കടയിൽ പോയപ്പോൾ ചായക്കടക്കാരനും അഷ്റഫ്. അവിടെ ചായ കുടിക്കാൻ വന്നയാൾ ഇവിടെന്താ അഷ്റഫ് സംഗമമോ എന്ന് ചോദിച്ചയിടത്തു നിന്ന് തുടങ്ങി. കമ്മിറ്റിയായി, ഭാരവാഹികളായി, വാട്സപ്പ് ഗ്രൂപ്പായി. അങ്ങനെ 2400-ലധികം അഷ്റഫുമാർ കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് ഗിന്നസ് റെക്കോർഡിലേക്ക് യാത്ര തിരിച്ചു. അഷ്റഫ് കൂട്ടായ്മ പേരിന്റെ പേരിൽ ഒരുമിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമാവുകയും ചെയ്ത ഒരു കൂട്ടം അഷ്റഫുമാരുടെ ഒരു വലിയൊരു സന്തോഷ മുഹൂർത്തമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ആനന്ദിക്കുന്നത്. ബിഗസ്റ്റ് യൂണിവേഴ്സൽ അറ്റംപ്റ്റ് വേൾഡ് റെക്കോർഡ് അതിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. മറ്റു പേരിന്റെ പേരിൽ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ എന്ന് ഞങ്ങൾ സാധാരണ പറയാറുള്ളത് ഇന്ന് ഒരു പക്ഷേ എന്നുള്ള വാക്ക് മാറ്റി യാഥാർത്ഥ്യമായിരിക്കണം. പല ജില്ലകളിൽ നിന്നെത്തിയ അഷ്റഫുമാർ ആശ്ലേഷിച്ചും സൊറ പറഞ്ഞും കൂട്ടുകൂടിയും സംഗമത്തെ കളറാക്കി. പല വീട്ടുപേരുകളിലും സ്ഥലനാമങ്ങളിലും ഇനീഷ്യലുകളിലുമുള്ള അഷ്റഫുമാരുടെ സംഗമം
കാഴ്ചക്കാരിലും കൗതുകം നിറച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.